Hi friends, Anjana Tech Academy's online ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. My name is വിഷ്ണുജി രഞ്ജിത്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ ആപ്തവാക്യങ്ങളാണ്. 25ഓളം ആപ്തവാക്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ISROയുടെ ആപ്തവാക്യം ചോദിക്കും, നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റേത് ചോദിക്കും, ഇന്ത്യൻ ആർമിയുടേത് ചോദിക്കും, ഇന്ത്യൻ നേവിയുടേത് ചോദിക്കും, SSBയുടേത് ചോദിക്കും, ദൂരദർശന്റേത് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ മോട്ടോസും നമുക്ക് കോഡിലൂടെ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. സാധാരണ ഈ ആപ്തവാക്യങ്ങൾ സ്ഥിരം മത്സര പരീക്ഷയിൽ ചോദിക്കാറുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. കാരണം നമ്മൾ ISROയെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും അതിൽ നിന്നുള്ള മോട്ടോസ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും അതിൽ നിന്നുള്ള മോട്ടോസ് പഠിക്കുന്നത്. ഇപ്പൊ ദൂരദർശനെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും അത് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ DRDOയെ കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആപ്തവാക്യങ്ങളും ഞാൻ കോർത്തിണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് ആപ്തവാക്യങ്ങൾ മാത്രമായിട്ട് പഠിച്ചു പോകാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എങ്കിൽ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്തോളൂ. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനായിട്ടുള്ളത് സുപ്രീം കോടതിയുടെ മോട്ടോ അഥവാ ആപ്തവാക്യമാണ്. അത് യഥോ ധർമ്മ തഥോ ജയ എന്നാണ്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയവും ഉണ്ടാകും. ജയ ജയ ഹേ സിനിമ ഓർത്താൽ മതി. അതില് ദർശന രാജേന്ദ്രന്റെ ക്യാരക്ടർ ബേസിലിനെതിരെ കോടതിയിൽ പോയിട്ട് അവസാനം നീതി മേടിക്കുന്നുണ്ടല്ലേ. യെസ്, അവരുടെ ഭാഗത്ത് ധർമ്മം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് വിജയവും നേടാനായി. അങ്ങനെ കണക്ട് ചെയ്തോളൂ. അതാണ് യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ വിജയവും ഉണ്ടാകും. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് ദൂരദർശന്റെ ആപ്തവാക്യമാണ്. സത്യം ശിവം സുന്ദരം. പഴയ ഒരു ഹിന്ദി പാട്ടൊക്കെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയും ഉണ്ട്, സത്യം ശിവം സുന്ദരം. അത് വെച്ച് ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരാള് സത്യമായും ശിവനെ ദർശിച്ചു എന്നോർത്തോളൂ. പരമശിവൻ എന്ന് ഓർത്താൽ മതി. സത്യമായും ശിവനെ ദർശിച്ചു, അദ്ദേഹം സുന്ദരനുമായിരുന്നു. അയാൾ എങ്ങനെയാണ് ദർശിച്ചതെന്ന് അറിയാമോ? ദൂരെ നിന്നും ദർശിച്ചു എന്ന് ഓർത്തോളൂ. അപ്പൊ എല്ലാവരും പറയാണ് സത്യമായും ഞാൻ ശിവനെ ദർശിച്ചു, അദ്ദേഹം സുന്ദരനാണ്, ദൂരെ നിന്നാണ് ദർശിച്ചത്. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ അടുത്ത് നോക്കാനായിട്ടുള്ളതാണ് ആകാശവാണി. ആകാശവാണി, ആകാശം വഴി വരുന്ന ശബ്ദം നമ്മൾ പണ്ടുള്ള ആൾക്കാർ റേഡിയോയിൽ കേൾക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാവർക്കും അതായിരുന്നു സന്തോഷവും സുഖവും നൽകിയിരുന്നത്. ഈ ടെലിവിഷനൊക്കെ എല്ലാ വീടുകളിലും വരുന്നതിന് മുന്നേ എല്ലാവർക്കും റേഡിയോ ഒക്കെ വാങ്ങിക്കാനുള്ള സെറ്റപ്പേ കാണുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇതായിരുന്നു സന്തോഷം നൽകിയിരുന്നത്. അപ്പോഴുള്ള സംസ്കൃത ന്യൂസ് ഒക്കെ വന്നിട്ട് വളരെ ഫേമസ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജന ഹിതായ ബഹുജന സുഖായ, അല്ലെ? അപ്പോഴുള്ള എല്ലാ ജനങ്ങൾക്കും ഹിതത്തിനായും ക്ഷേമത്തിനായും എല്ലാ ജനങ്ങളുടെയും സുഖത്തിനായുമായിട്ടാണ് ആകാശത്തൂടെയുള്ള ആ ശബ്ദം വന്നിരുന്നതെന്ന് കണക്ട് ചെയ്താൽ മതി. എങ്കിൽ ISRO സ്പേസ് ടെക്നോളജി ഇൻ ദ സർവീസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നാണ്. മാനവരാശിയുടെ ഉന്നമനത്തിനായിരിക്കണം സ്പേസ് ആൻഡ് ടെക്നോളജി, അല്ലെ? ISRO ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ടാണ്, അല്ലെ? നമുക്കിപ്പോ കാലാവസ്ഥയെ കുറിച്ചിട്ടുള്ള ഇത് നമുക്ക് അതുവഴി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും. ഇന്ന് മഴ പെയ്യൂ, അല്ല എന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും നാളത്തെ ടെമ്പറേച്ചർ, അല്ല എന്നുണ്ടെങ്കിൽ GPS പോലെ നമുക്കിപ്പോ നാവിഗേഷൻ പോലെ എവിടെയെങ്കിലും പോയിട്ട് സ്ഥലം അറിഞ്ഞുവിടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിലൂടെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞതാണ്. അത് മാത്രമല്ല, ഈ ഭൂചലനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ നേരത്തെ ഉള്ള ഇതൊക്കെ കിട്ടുന്നത് ഇതിലൂടെയൊക്കെയാണ്, ഉപഗ്രഹ വിക്ഷേപത്തിലൂടെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോളൂ. അപ്പൊ മാനവരാശിയുടെ ഉന്നമനത്തിനായിരിക്കണം സ്പേസ് ആൻഡ് ടെക്നോളജി. അത് തന്നെയാണ് ISRO ചെയ്യുന്നത്. എങ്കിൽ DRDO ബലസ്യ മൂലം വിജ്ഞാനം, ശാസ്ത്രത്തിലൂടെ ബലം നേടുക. DRDO ആണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള, അല്ലെ, ഈ ഡിഫൻസ് ആയിട്ടുള്ള മിസൈലുകളും മറ്റുമൊക്കെ വന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോ അങ്ങനെ ശാസ്ത്രത്തിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്. അത് നമുക്ക് ബലം നൽകും, അല്ലേ? കാരണം നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മൾ ശക്തമായി കഴിഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ നമ്മളെ കയറി അടിക്കില്ല. അപ്പോ ശാസ്ത്രത്തിലൂടെ ബലം നേടാം എന്നാണ്. സ്ട്രെങ്ത് ഒറിജിൻ ഈസ് ഇൻ സയൻസ് എന്നാണ്. ശാസ്ത്രത്തിലൂടെ നമുക്ക് ബലവാന്മാരാവാം. DRDO. എങ്കിൽ എയർഫോഴ്സ് നഭസ്പർശം ദീപ്തം എന്നാണ്. ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഓക്കെ, എയർഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫൻസിന്റെ ഇതാണല്ലേ, എയർ അറ്റാക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫോഴ്സ്. അപ്പോൾ അത് ഓർത്താൽ മതി. അങ്ങനെ പൈലറ്റ് ആയിട്ടുള്ള ഒരാള് ആദ്യമായിട്ട് വിമാനം പറത്തി സ്കൈയിൽ തൊടുമ്പോഴത്തേക്കും അദ്ദേഹം അഭിമാനത്തോടുകൂടി പറയുന്നതാണ് നഭസ്പർശം ദീപ്തം എന്ന് ഓർത്തോളൂ. ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. വിത്ത് ഗ്ലോറി ആയിട്ട് അദ്ദേഹം സ്കൈയിൽ ടച്ച് ചെയ്തു എന്നാണ്. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടത് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. അവരുടെ ആപ്തവാക്യം ജീവൻ പര്യന്ത കർത്തവ്യ.
ഡ്യൂട്ടി അൺടു ഡെത്ത്, മരണം വരെയും ഡ്യൂട്ടി നോക്കണം, അതാണ് ഞങ്ങളുടെ കർത്തവ്യം. കാരണം ബോർഡറിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് അവരാണ്, കൂടുതൽ റിസ്ക് അവർക്കാണല്ലേ. അപ്പോ ജീവനിൽ പേടിയില്ലാതെ ഡ്യൂട്ടി എടുത്തേ പറ്റുള്ളൂ, അങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ BSFകാർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് കരയിലൂടെ വരുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയാണ്. അപ്പൊ ആർമിയുടെ മോട്ടോ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ പരമോ ധർമ്മ എന്ന് ഓർത്തോളൂ. സർവീസ് ബിഫോർ സെൽഫ്. ഓക്കെ, സർവീസ് ആണ് ഇമ്പോർട്ടന്റ്. നമ്മുടെ സെൽഫായിട്ടുള്ള ഇതിനേക്കാളും നമുക്ക് ഡ്യൂട്ടിയാണ് ഇമ്പോർട്ടന്റ്. സ്വയം സേവനം ചെയ്യുക എന്നുള്ളതാണ്, ഡ്യൂട്ടിയാണ് ഏറ്റവും വലുത്. ഈ ഒരു ആർമിക്കാരന് കീർത്തിയേക്കറിലെ ലാലേട്ടനെ കുറിച്ചും ജയ്യെ കുറിച്ചിട്ടൊക്കെ ഓർത്താൽ മതി. അപ്പോ സർവീസ് ബിഫോർ സെൽഫ് എന്നാണ്. എങ്കിൽ ഇന്ത്യയുടെ നേവിയുടെ ആപ്തവാക്യം ഷാം നോ വരുണ. അതിലെ നേ എന്നാൽ ഷാം നോ എന്നാണ് എന്ന് ഓർത്തോളൂ. വി എന്നാൽ വരുണ. അപ്പൊ അതിൽ തന്നെ ഉണ്ട് മേ ദ ലോർഡ് ഓഫ് വാട്ടർ ബി ഓസ്പീഷ്യസ് അൺടു അസ്. ജലത്തിന്റെ ദേവൻ വരുണൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതാണ് ഷാം നോ വരുണ. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ആ പേരിലുള്ള പോലെ തന്നെ സെക്യൂരിറ്റിയും ഉണ്ട്, പ്രൊട്ടക്ഷനും നൽകണം എന്ന് ഓർത്തോളൂ. നമ്മുടെ രാജ്യത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്കൊക്കെ വന്നിട്ട് സെക്യൂരിറ്റി നൽകുന്നത് CISF ആണ്. ഉദാഹരണത്തിന് ആറ്റോമിക് പവർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഓർത്തോളൂ, അവിടെയൊക്കെ സെക്യൂരിറ്റി നൽകേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ പ്രൊട്ടക്ഷൻ നൽകി തന്നെ സെക്യൂരിറ്റി നൽകണം, അല്ലെ ആരെങ്കിലും ഒക്കെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തിന് പണി പാലും വെള്ളത്തിൽ കിട്ടും. അപ്പോ കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷനോടുകൂടി സെക്യൂരിറ്റി നൽകാൻ CISF, അതാണ് ആപ്തവാക്യം. എങ്കിൽ CRPF എന്നാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് ഓർത്തോളൂ. അവരുടെ ആപ്തവാക്യം സേവ ഓർ നിഷ്ഠ, സർവീസ് ആൻഡ് ലോയാലിറ്റി. കൃത്യനിഷ്ഠതയോടുകൂടി സേവനം ചെയ്യണം എന്നാണ്. കാരണം രാജ്യത്തില് മാവോവാദി അറ്റാക്കുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ കാട്ടിനുള്ളിലൊക്കെ പോയി റെഗുലറായിട്ട് അവിടേക്ക് വന്നിട്ട് ചെക്ക് ചെയ്യുന്നത്, പിന്നെ ഇവിടെ ആഭ്യന്തര കലാപം വരുമ്പോഴത്തേക്ക് ആദ്യം എത്തുന്നത് ഇടപെടുന്നതൊക്കെ വന്നിട്ട് സെൻട്രൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലീസ് ഫോഴ്സ് ആണ്. അപ്പൊ അതാണ് സേവ ഓർ നിഷ്ഠ. കൃത്യമായിട്ട് സേവയും ചെയ്യണം, ആ നിഷ്ഠയോടുകൂടി ചെയ്യണം, റെഗുലറായിട്ട് പോയി ചെക്ക് ചെയ്യണം, അല്ലേ ഇവിടെ ആഭ്യന്തര കലാപം ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ. അങ്ങനെ ഓർത്താൽ മതി. എങ്കിൽ ആസാം റൈഫിൾസ്, ആ പേരുള്ള പോലെ തന്നെ ആസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ് ആണ്. അപ്പോ നോർത്ത് ഈസ്റ്റിന്റെ കാവൽക്കാരൻ എന്നാണ് അവരുടെ ആപ്തവാക്യം. സെന്റിനൽ ഓഫ് ദി നോർത്ത് ഈസ്റ്റ് എന്നാണ്. നോർത്ത് ഈസ്റ്റിന്റെ ഓരോ സെന്റിനും കാവൽ നിൽക്കുന്നവൻ എന്നർത്ഥത്തിൽ സെന്റിനൽസ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റിന്റെ കാവൽക്കാരൻ അഥവാ ഫ്രണ്ട്സ് ഓഫ് ദി ഹിൽ പീപ്പിള്. നോർത്ത് ഈസ്റ്റിലുള്ള ജനങ്ങളെ ഹിൽ പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അവരുടെ ഫ്രണ്ട് ആര് എന്ന് ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റ് അല്ലേ ആസാം. അപ്പൊ അതിൽ തുടങ്ങുന്ന ആസാം റൈഫിൾസ് ആണ് എന്നോർത്തോളൂ. എങ്കിൽ SSB സശസ്ത്ര സീമാ ബൽ, അതിൽ തന്നെയുണ്ട് SSB എന്നാൽ ആ ആദ്യത്തെ S സർവീസ് എന്നും അടുത്ത S സെക്യൂരിറ്റി എന്നും അടുത്ത B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദർഹുഡ് എന്നും ഓർത്തോളൂ. സംസ്കൃതത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ S സേവ, അടുത്ത S സുരക്ഷ, അടുത്ത B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുത്വ. അത് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. സേവ, സുരക്ഷ, ബന്ധുത്വ ഇതെല്ലാം നൽകും എന്ന് ഓർത്താൽ മതി. എങ്കിൽ ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. ഇവിടെ ആൾറെഡി ചൈനയുടെയൊക്കെ വന്നിട്ട് അറ്റാക്ക് നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവർ എപ്പോഴും വന്നിട്ട് ശൗര്യത്തോടുകൂടി ദൃഢതയോടുകൂടി അവരുടെ കർമ്മം അനുഷ്ഠിക്കും എന്നോർത്തോളൂ. അതാണ് ശൗര്യ, ദൃഢത, കർമ്മനിഷ്ഠ. ഓക്കെ, ആൾറെഡി ചൈനയും ഇന്ത്യയുമായിട്ട് യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അന്ന് അവർക്കായിരുന്നു കുറച്ച് മേൽക്കൈ. ഇനി പക്ഷെ അങ്ങനെ അവർക്ക് മേൽക്കൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ശൗര്യത്തോടുകൂടി ദൃഢതയോടുകൂടി കർമ്മം ചെയ്യും എന്നോർത്താൽ മതി ITBPയിലുള്ളവര്. എങ്കിൽ അടുത്ത് നോക്കാനുള്ളത് NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. നാഷണൽ സെക്യൂരിറ്റി നൽകുന്ന ഗാർഡ് ആര് എന്നറിയാമോ? അതാണ് ബ്ലാക്ക് കാറ്റ്സ് എന്ന് ഓർത്തോളൂ. അവരുടെ ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ഒക്കെ വളരെ ഫേമസ് ആണ്. മുംബൈയിലെ 26/11 അറ്റാക്ക് ഒക്കെ നടക്കുന്ന സമയത്ത് 2008 അവരുടെ ഓപ്പറേഷനിലൂടെയാണ് അന്ന് പോയിട്ട് ആ ഭീകരവാദികളെയൊക്കെ വകവരുത്തിയത്. അസ്മത് കസബിനെയൊക്കെ അറിയില്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഓർത്താൽ മതി. അപ്പൊ അവരുടെ ആപ്തവാക്യം സർവദാ സർവോത്തം സുരക്ഷ. എപ്പോഴും ഉത്തമമായിട്ടുള്ള സുരക്ഷ നൽകാനായിട്ട് ഓടിയെത്തുന്നത് ബ്ലാക്ക് കാറ്റ്സ് ആണ് എന്നോർത്തോളൂ. എവരിവെയർ ആൻഡ് ആൾവേസ് ദ ബെസ്റ്റ് സെക്യൂരിറ്റി. ബെസ്റ്റ് സെക്യൂരിറ്റി നൽകണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കാറ്റ്സ് തന്നെ വരണം എന്നോർത്തോളൂ. അതാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. എങ്കിൽ IB ഇന്റലിജൻസ് ബ്യൂറോ, ഇന്റലിജന്റ് ആണ്. അതുകൊണ്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാള് എപ്പോഴും അലേർട്ട് ആയിരിക്കും എന്നോർത്തോളൂ. ആൾവേസ് അലേർട്ട്. അല്ല എന്നുണ്ടെങ്കിൽ ജാഗ്രതം, അഹർനിശം എന്ന് ഓർത്താലും മതി. ആൾവേസ് അലേർട്ട് ഇന്റലിജൻസ് ബ്യൂറോ ആണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാള് ആൾവേസ് അലേർട്ട് ആയിരിക്കും. എങ്കിൽ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അല്ലേ മമ്മൂക്കയെ ഓർത്താൽ മതി. ഉദ്യം, നിഷ്പക്ഷത, സത്യനിഷ്ഠ, അല്ലെ ആ സിനിമയില് അദ്ദേഹം ഉദ്യമം ചെയ്യുമ്പോഴത്തേക്കും ഒരു നിഷ്പക്ഷതയും ഇല്ലാതെ കൃത്യം സത്യനിഷ്ഠയോട് കൂടിയിട്ടാണ് മമ്മൂക്ക CBI ഡയറി കുറിപ്പിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ നിഷ്ഠ ചെയ്യുന്നത്. അത് ഇൻഡസ്ട്രി, ഇംപാർഷ്യാലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് ഓർത്തോളൂ. അദ്ദേഹം ആ സിനിമയിൽ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കത്തില്ല. സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ ഉദ്യമം ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ റോ, അല്ലേ നമ്മുടെ
ചാരസംഘടന അല്ലെ റോ. അപ്പൊ അവരുടെ ആപ്തവാക്യം ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് ഓർത്തോളൂ. ധർമ്മത്തെ കാക്കുന്നവന് ധർമ്മവും കാക്കും. കാരണം ഇന്ത്യയിലെ റോയിൽ നിന്ന് അജിത് ഡോവലിനെയൊക്കെ ഓർത്താൽ മതി. ഇവിടുന്ന് ചാരവേഷത്തിലൊക്കെ പാകിസ്ഥാനിലൊക്കെ പോയി ധർമ്മം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അജിത് ഡോവലിന്റെ പറയും, ഈ ധർമ്മം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ധർമ്മവും നിന്നെ രക്ഷിക്കും എന്ന് നമ്മുടെ നീതി ദേവത പറയുന്നതായിട്ട് ഓർത്തോളൂ. ധർമ്മോ രക്ഷതി രക്ഷിത, ദ ലോ പ്രൊട്ടക്ട് വെൻ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് എന്നും ഓർത്തോളൂ. എങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം ലൈഫ് ലൈൻ ഓഫ് നേഷൻ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ലൈഫ് ലൈൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ റെയിൽവേ ആയിരിക്കുമല്ലോ. അതിപ്പോ കേരളത്തിൽ പോയിരുന്നാലും തമിഴ്നാട്ടിൽ പോയിരുന്നാലും രാജ്യത്തിൽ എവിടെ പോയിരുന്നാലും ആ ലൈന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അപ്പൊ രാജ്യത്തിന്റെ ലൈഫ് ലൈൻ അല്ലേ, ലൈഫ് ലൈൻ പോലെയല്ലേ റെയിൽവേ ട്രാക്ക് കിടക്കുന്നത്. അങ്ങനെ ഓർത്താൽ മതി, ലൈഫ് ലൈൻ ഓഫ് നേഷൻ. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. എങ്കിൽ അടുത്ത് നോക്കേണ്ടതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. കടലിൽ എപ്പോഴും കോസ്റ്റ് ഗാർഡ് കറങ്ങിക്കൊണ്ട് നടക്കും എന്നോർത്തോളൂ. അവിടെ ആരെങ്കിലും ഒക്കെ അകപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രക്ഷിക്കുന്നത് ഈ കോസ്റ്റ് ഗാർഡ് ആണ് എന്നും കണക്ട് ചെയ്ത് വെച്ചോളൂ. അതാണ് വയം രക്ഷാമഹ് എന്നാണ്. വി പ്രൊട്ടക്ട്, ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. വയം രക്ഷാമഹ്, ആരെങ്കിലും ഒക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കളർക്കൊമ്പന്റെ സന്ധ്യാമ്മ പറയുന്ന പോലെ മക്കളുമാരെ ഓടിവായോ ഞാൻ രക്ഷിക്കാം എന്ന് പറയുന്നു എന്ന് ഓർത്തോളൂ. അതാണ് വയം രക്ഷാമഹ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വായോ ഞങ്ങൾ രക്ഷിക്കാം എന്നാണ്. എങ്കിൽ റിസർവ് ബാങ്കിന്റെ ആപ്തവാക്യം ഡെവലപ്പിംഗ് വിത്ത് സ്റ്റെബിലിറ്റി. ഓക്കെ, സ്റ്റെബിലിറ്റി, സ്ഥിരതയോടുകൂടി ഡെവലപ്പ് ആവണം. അതാണ് റിസർവ് ബാങ്കിന്റെ ആപ്തവാക്യം. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കാശൊക്കെ അടിച്ചിറങ്ങുന്ന റിസർവ് ബാങ്ക് അല്ലേ. അപ്പോ സ്ഥിരതയോടുകൂടി ഡെവലപ്പ് ആവുക എന്നുള്ളതാണ് ഡെവലപ്പിംഗ് വിത്ത് സ്റ്റെബിലിറ്റി എന്ന് ഓർത്തോളൂ. സ്ഥിരതയോടുകൂടിയുള്ള വികസനം. എങ്കിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് നമ്മുടെ രാജ്യത്തുള്ള VIP മന്ത്രിമാർക്കൊക്കെ വന്നിട്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്നത് അവരാണ്. അപ്പൊ അവരുടെ ആപ്തവാക്യം ധീരത, സമർപ്പണം, സുരക്ഷ. ധീരതയോടുകൂടി അവര് സുരക്ഷ നൽകും, അവരെ തന്നെ സമർപ്പിച്ചിട്ട് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാത്ത സെക്യൂരിറ്റി ഗാർഡുകളും ഉണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മരണം വെച്ചിട്ട് ഓർത്താൽ മതി, കാവൽ ഭടന്മാരുടെ കൈകൊണ്ടാണ് അവര് വെടിയേറ്റ് മരിക്കുന്നത്. എന്നാൽ ഇവരുടെ ആപ്തവാക്യം ധീരത, സമർപ്പണം, സുരക്ഷ. അതല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ജീവൻ കൊടുത്താണ് ഇവരെയൊക്കെ വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ധീരതയോടുകൂടി അവരെ തന്നെ സമർപ്പിച്ച് സുരക്ഷയോടുകൂടി എന്ന് ഓർത്താൽ മതി. ബ്രേവറി, ഡെഡിക്കേഷൻ, സെക്യൂരിറ്റി അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ കേരള പോലീസിന്റെ ആണെന്നുണ്ടെങ്കിൽ മൃദുഭാവേ ദൃഢകൃത്യേ, ആക്ഷൻ ഹീറോ ബിജു ഓർത്താൽ മതി. അതിനുള്ള എന്താണ് നിവിൻ പോളി. മൃദുഭാവമാണെന്നുണ്ടെങ്കിലും കൃത്യം ദൃഢമാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ലുക്ക് വെച്ചിട്ട് ഓർത്താൽ മതി. അതിലൊരു പാട്ടിലും ഈ ലൈന് വരുന്നുണ്ട്, മൃദുഭാവേ ദൃഢകൃത്യേ എന്ന് ഓർത്താൽ മതി. എങ്കിൽ നാഷണൽ എംബ്ലത്തിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമേവ ജയതേ, നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ ആപ്തവാക്യം അത് തന്നെയാണ് എന്ന് ഓർത്തോളൂ. സത്യം എപ്പോഴും ജയിക്കട്ടെ. നമ്മുടെ നാഷണൽ എംബ്ലം സാരാനാഥിലുള്ളതില് എഴുതി വെച്ചിട്ടുള്ളതാണ് സത്യം ഏവ ജയതേ എന്ന് ഓർത്തോളൂ. ട്രൂത്ത് എലോൺ ട്രയംസ് എന്നാണ്. സത്യം എപ്പോഴും ജയിക്കട്ടെ. അപ്പോ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.